ഹലോ നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ന്യൂ ക്യാറ്റിന് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് മാനേജ് ചെയ്യുക, റിക്കവറി മാനേജ് യുവർ അക്കൗണ്ട് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അതായത് നമ്മളെ അക്കൗണ്ട് ലോസ് ആവുക, അപ്പോഴാണ് നമുക്ക് ഈ റിക്കവറി ജിമെയിൽ അക്കൗണ്ട് വളരെ ഉപകാരപ്രദമാകുക. അതായത് നമ്മളെ അക്കൗണ്ടിൽ പാസ്വേഡ് നഷ്ടപ്പെടുക, അപ്പോൾ ഗൂഗിൾ നമ്മളെ അക്കൗണ്ട് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളല്ല എന്നാണ് ഗൂഗിൾ നിരീക്ഷിക്കുന്നത്. നമ്മൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുക, അപ്പോൾ അത് നമ്മളാണോ എന്ന് നോക്കാനാണ് പാസ്വേഡ് എന്ന് പറയുന്ന ട്രിക്ക്. അതുകൂടാതെ ഫോൺ നമ്പർ, പിന്നെ വിരലിൻ്റെ തമ്പ് വെരിഫിക്കേഷൻ, വിരലടയാളം, ഫിംഗർ പ്രിൻ്റ് എന്ന് പറയും. ഇതൊന്നുമല്ലെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട്, പക്ഷേ ഈ 2 ഫാക്ട് അതെൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഗൂഗിളിന് ഏറെ തൃപ്തികരമായിട്ടുള്ളൊരു ഇത്. അത് ഒരു വിഷയമാണ്. അത് കുറേ പറയാനുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹൗ ടു മാനേജ് യുവർ അക്കൗണ്ട് ആൻഡ് റിക്കവറി എന്ന വിഷയത്തെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ 2 മെയിലാണ്, 2 അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. അതൊന്ന് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കണം, ഒന്ന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് ചില ആപ്പുകളൊക്കെ ഉണ്ട്, അതിനായിട്ട് മാത്രം ആപ്പുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ ഗൂഗിളിൻ്റെ ആപ്പ്. ആ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അത് വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പുതിയ AI ഒക്കെ വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല, പക്ഷെ പഴയ ആ ആപ്പുകൾ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആപ്പുകളാണ്. അത് കാരണം നമ്മളെ അക്കൗണ്ട് ഹാക്കാവില്ല. ഈ ഹാക്കാവുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെ അക്കൗണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിൽ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന കാരണം എല്ലാവിധ ഡീറ്റെയിൽസും ആവശ്യമായിട്ട് ചോദിക്കും. അപ്പോൾ ഒരു രണ്ടാമത് റിക്കവറി ഇമെയിലിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ ഈ അക്കൗണ്ട് നഷ്ടപ്പെട്ടാൽ ആ റിക്കവറി ഇമെയിലിലൂടെ നമ്മളെ അക്കൗണ്ടിനെ ഗൂഗിളിന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ എളുപ്പമുള്ള മാർഗം. അപ്പോൾ അക്കൗണ്ട് ലോസ് ആവാതെയും ഹാക്ക് ആവാതെയും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ റിക്കവറി അക്കൗണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിന് നമ്മൾക്ക് ഗൂഗിളിൻ്റെ ഒരു സെറ്റിങ്സ് തന്നെ നമ്മളെ മൊബൈലിൻ്റെ ഉള്ളിലുണ്ടാവും. ഗൂഗിളിൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ ഈ ഗൂഗിളിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫൈൽ ചിത്രം അവിടെ ഉണ്ടാവും. ഈ പ്രൊഫൈൽ ചിത്രത്തിന് കീഴെ ആഡ്സ് മാനേജർ, അതുപോലെ ആർട്ട് ഓഫ് ഫില്ല്, പിന്നെ നമ്മൾക്ക് എങ്ങനെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ, അതുപോലെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ താഴെ കാണാം. അതിനായിട്ട് നമ്മളെങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ, നമ്മളെ മൊബൈലിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ടാവുമല്ലോ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ചിഹ്നം, ഗൂഗിൾ സെറ്റിങ്സിൻ്റെ ചിഹ്നം. അതിൽ നമ്മൾ വിരൽ വെക്കുമ്പോൾ നേരെ അങ്ങോട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ അവിടെ കാണിക്കും. ഇതല്ലാതെ തന്നെ ഗൂഗിൾ ക്രോമിലൂടെയും പോവാം കേട്ടോ.
അതിനെ ഞാൻ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ പാടെ ഒന്നിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ടാണ് വരിക. പിന്നെ ആട്ടോഫിലിൻ്റെ ഗുണം എന്താണെങ്കിൽ നമ്മൾക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ പോകുമ്പോൾ ഈ ലോഗിൻ ചെയ്താൽ മതിയാവും, പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ജിമെയിലിൽ മറ്റേ ഒരു അക്കൗണ്ട് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ജിമെയിലിലെ അക്കൗണ്ട് എങ്ങനെയും കല്ലെത്താവുകയാണെങ്കിൽ ഈ മറ്റേ അക്കൗണ്ട് ഗൂഗിൾ എടുക്കുക. ഈ അക്കൗണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ജിമെയിലുണ്ട് നമ്മളെ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്യുക. ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളെ അതേ അക്കൗണ്ട് കൊടുത്തിട്ടും ഫോൺ നമ്പർ നമ്മളെ എങ്ങനെയൊക്കെ ചോർത്തിയെടുത്തിട്ടും വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കടന്നുകയറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അഥവാ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഗൂഗിളിന് നമ്മളല്ല അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ട്രിക്കുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ SMS വഴി നമുക്ക് വെരിഫിക്കേഷൻ കോഡ് അയക്കുമ്പോൾ അതും ഒരു അതെൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാതിരിക്കുന്നല്ലോ. ഇതിപ്പോൾ കുറേ ലോങ് ആവാനാണ് സാധ്യത. ഇത് പെട്ടെന്ന് ഇത് എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലേ. അങ്ങനത്തെ ഒരു വീഡിയോ മറ്റേ സമ്മതിക്കില്ല, ഗൂഗിൾ സമ്മതിക്കില്ല. ലോങ് വീഡിയോ കുറച്ച് വെച്ച് ഉള്ളതാണ് സമ്മതിക്കുള്ളൂ. ആ ടൈം ലോങ് ആയ കാരണം ഞാനിവിടെ നിർത്തുകയാണ്. നമുക്കൊരു അക്കൗണ്ട് നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മറ്റൊരു അക്കൗണ്ടും കൂടി സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിൽ നമ്മളെ പേഴ്സണൽ ഫോൺ നമ്പർ ഓൺലി കൊടുക്കുക. മറ്റേ അതല്ലാത്ത നമ്പർ 1 അക്കൗണ്ട്, നമ്പർ 2 അക്കൗണ്ട് എന്നുള്ളതിലേക്ക് 2 സൈസ് ഫോൺ നമ്പർ ഉപയോഗിക്കുക. ഇതിനെ പറ്റിയിട്ട് ഞാൻ 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഇതുവരെ നമ്മളെ ഇതിൻ്റെ ഒരു ശല്യം നിങ്ങൾ കേട്ട് അതിന് നന്ദി രേഖപ്പെടുത്തും. നിങ്ങൾ ഇതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും ചെയ്യണം. ചെയ്യുമ്പോഴേ മറ്റേ നമ്മൾ ഈ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ യൂട്യൂബ് അനുവദിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാർ എന്തെങ്കിലും പറയുകയാണെന്ന് ഈ യൂട്യൂബ് പോലും വിചാരിക്കും. കാരണം നിങ്ങളെ സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ഇതിൽ കണ്ടമാനം പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയ പറയുകയാണ് ഈ മറ്റേ ക്രിയേറ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. കാരണം നമ്മളെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു 10-500 ആളെങ്കിലും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഒക്കെ വെറുതെ ആളുകൾ പറയുകയാണ്. അപ്പം നമ്മൾക്ക് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇതൊരു രസമാണ്. നമുക്കറിയുന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുക. എന്തെങ്കിലും മൊബൈലിൽ വേണ്ടേ കാണാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ സൈൻ ഔട്ട്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ന്യൂ ക്യാറ്റിന് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് മാനേജ് ചെയ്യുക, റിക്കവറി മാനേജ് യുവർ അക്കൗണ്ട് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ അക്കൗണ്ട് ലോസ് ആവുക, അപ്പോഴാണ് നമുക്ക് ഈ റിക്കവറി ജിമെയിൽ അക്കൗണ്ട് വളരെ ഉപകാരപ്രദമാകും. അതായത് നമ്മളെ അക്കൗണ്ടിൽ പാസ്വേഡ് നഷ്ടപ്പെടുക. അപ്പോൾ ഗൂഗിൾ നമ്മളെ അക്കൗണ്ട് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളല്ല എന്നാണ് ഗൂഗിൾ നിരീക്ഷിക്കുന്നത്. നമ്മൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുക, അപ്പോൾ അത് നമ്മളാണോ എന്ന് നോക്കാനാണ് പാസ്വേഡ് എന്ന് പറയുന്ന ട്രിക്ക്. അതുകൂടാതെ ഫോൺ നമ്പർ, പിന്നെ വിരലിൻ്റെ തമ്പ് വെരിഫിക്കേഷൻ, വിരലടയാളം, ഫിംഗർ പ്രിൻ്റ് എന്ന് പറയും.
ഇതൊന്നുമല്ലെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ് ഗൂഗിളിന് ഏറെ തൃപ്തികരമായിട്ടുള്ളൊരു ഇത്. അത് ഒരു വിഷയമാണ്. അത് കുറേ പറയാനുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹൗ ടു മാനേജ് യുവർ അക്കൗണ്ട് ആൻഡ് റിക്കവറി എന്ന വിഷയത്തെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ 2 മെയിലാണ്. 2 അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. അതൊന്ന് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കണം, ഒന്ന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് ചില ആപ്പുകളൊക്കെ ഉണ്ട്. അതിനായിട്ട് മാത്രം ആപ്പുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ ഗൂഗിളിൻ്റെ ആപ്പ്. ആ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അത് വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പുതിയ AI ഒക്കെ വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ പഴയ ആ ആപ്പുകൾ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആപ്പുകളാണത്. അത് കാരണം നമ്മളെ അക്കൗണ്ട് ഹാക്കാവില്ല. ഈ ഹാക്കാവുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ അക്കൗണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിൽ ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന കാരണം എല്ലാവിധ ഡീറ്റെയിൽസും ആവശ്യമായിട്ട് ചോദിക്കും. അപ്പോൾ ഒരു രണ്ടാമത് റിക്കവറി ഇമെയിലിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ ഈ അക്കൗണ്ട് നഷ്ടപ്പെട്ടാൽ ആ റിക്കവറി ഇമെയിലിലൂടെ നമ്മൾ അക്കൗണ്ടിനെ ഗൂഗിളിന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ എളുപ്പമുള്ള മാർഗം. അപ്പോൾ അക്കൗണ്ട് ലോസ് ആവാതെയും ഹാക്കാവാതെയും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ റിക്കവറി അക്കൗണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിന് നമ്മൾക്ക് ഗൂഗിളിൻ്റെ ഒരു സെറ്റിങ്സ് തന്നെ നമ്മളെ മൊബൈലിൻ്റെ ഉള്ളിലുണ്ടാവും. ഓൺലി ഗൂഗിളിൻ്റെ മൊബൈലിൻ്റെ സെറ്റിങ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ ഈ ഗൂഗിളിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫൈൽ ചിത്രം അവിടെ ഉണ്ടാവും. ഈ പ്രൊഫൈൽ ചിത്രത്തിന് കീഴെ ആഡ്സ് മാനേജർ, അതുപോലെ ആട്ടോ ഫില്ല്, പിന്നെ നമ്മൾക്ക് എങ്ങനെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ, അതുപോലെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ താഴെ കാണാം. അതിനായിട്ട് നമ്മളെങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ നമ്മളെ മൊബൈലിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ടാവുമല്ലോ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ചിഹ്നം, ഗൂഗിൾ സെറ്റിങ്സിൻ്റെ ചിഹ്നം. അതിൽ നമ്മൾ വിരൽ വെക്കുമ്പോൾ നേരെ അങ്ങോട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ അവിടെ കാണിക്കും. ഇതെല്ലാം തന്നെ ഗൂഗിൾ ക്രോമിലൂടെയും പോവാം കേട്ടോ. അതിന് ഞാൻ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ പാടെ ഒന്നിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ടാണ് വരിക. പിന്നെ ആട്ടോഫിലിൻ്റെ ഗുണം എന്താണെങ്കിൽ നമ്മൾക്ക് വേറെ ഏതെങ്കിലും സൈറ്റിൽ പോകുമ്പോൾ ഈ ലോഗിൻ ചെയ്താൽ മതിയാവും. പുതിയ അക്കൗണ്ട് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ജിമെയിലിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ജിമെയിലിലെ അക്കൗണ്ട് എങ്ങനെയും കല്ലെത്താവുകയാണെങ്കിൽ ഈ അക്കൗണ്ട് ഗൂഗിൾ എടുക്കുക. ഈ അക്കൗണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ജിമെയിലുകൊണ്ട് നമ്മളെ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്യുക. ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളെ അതേ അക്കൗണ്ട് കൊടുത്തിട്ടും ഫോൺ നമ്പർ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ചോർത്തിയെടുത്തിട്ടും വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കടന്നുകയറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അഥവാ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഗൂഗിളിന് നമ്മളല്ല അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ട്രിക്കുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ SMS വഴി നമുക്ക് വെരിഫിക്കേഷൻ കോഡ് അയക്കുമ്പോൾ അതും ഒരു അതെൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാതിരിക്കുന്നല്ലോ. ഇതിപ്പോൾ കുറേ ലോങ് ആവാനാണ് സാധ്യത. ഇത് പെട്ടെന്ന് ഇത് എന്താ വെച്ചാൽ
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലേ? അങ്ങനത്തെ ഒരു വീഡിയോ മറ്റേ സമ്മതിക്കില്ല, ഗൂഗിൾ സമ്മതിക്കില്ല. ലോങ് വീഡിയോ കുറച്ച് വെച്ച് ഉള്ളതാണ് സമ്മതിക്കുള്ളൂ. ആ ടൈം ലോങ്ങായ കാരണം ഞാനിവിടെ നിർത്തുകയാണ്. നമുക്കൊരു അക്കൗണ്ട് നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മറ്റൊരു അക്കൗണ്ടും കൂടി സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിൽ നമ്മളെ പേഴ്സണൽ ഫോൺ നമ്പർ ഓൺലി കൊടുക്കുക. മറ്റേ അതല്ലാത്ത നമ്പർ 1 അക്കൗണ്ട്, നമ്പർ 2 അക്കൗണ്ട് എന്നുള്ളതിലേക്ക് 2 സൈസ് ഫോൺ നമ്പർ ഉപയോഗിക്കുക. ഇതിനെ പറ്റിയിട്ട് ഞാൻ 2 ഫാക്ടർ അതെൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഇതുവരെ നമ്മളെ ഇതിൻ്റെ ഒരു ശല്യം നിങ്ങൾ കേട്ട് അതിന് നന്ദി രേഖപ്പെടുത്തും. നിങ്ങൾ അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്തില്ല എന്തായാലും ചെയ്യണം. ചെയ്യുമ്പോഴേ മറ്റേ നമ്മൾ ഈ യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ യൂട്യൂബ് അനുവദിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാർ എന്തെങ്കിലും പറയുകയാണെന്ന് ഈ യൂട്യൂബ് പോലും വിചാരിക്കും. കാരണം നിങ്ങളെ സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ഇതിൽ കണ്ടമാനം പൈസ ഉണ്ടാക്കാനുള്ള ഐഡിയ പറയുകയാണ് ഈ മറ്റേ ക്രിയേറ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. കാരണം നമ്മളെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു 10-500 ആളെങ്കിലും എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഒക്കെ വെറുതെ ആളുകൾ പറയുകയാണ്. അപ്പം നമ്മൾക്ക് അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇതൊരു രസമാണ്. നമുക്കറിയുന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുക. എന്തെങ്കിലും മൊബൈലിൽ വേണ്ടേ കാണാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ സൈൻ ഔട്ട്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.